കെഎസ്ആർടിസി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. വേണ്ടത്ര പഠനം നടത്താതെയാണ് സർക്കാർ തീരുമാനമെന്നും ഹർജിയിൽ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ പേരിൽ സർക്കാർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും പൊതുതാൽപര്യ ഹർജിയിൽ. ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, ഇന്നാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഈ ഒരു പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഹർജി. എന്താണ് ഹർജിയിൽ പറയുന്നത്? ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൗജന്യ യാത്ര അത് വിവേചനമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലൊരു സൗജന്യ യാത്ര സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ പേരിൽ നയപരമായ ഒരു പഠനവും നടത്താതെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിൽ ആവശ്യത്തിന് പഠനം നടത്തിയിട്ടില്ല. 800 കോടിയോളം നഷ്ടം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് സാമ്പത്തികമായി സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കും എന്നത് സംബന്ധിച്ച് പഠനം നടത്താതെയുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന രീതിയിൽ മാത്രമാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കൂടാതെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ്. പ്രത്യേകിച്ച് ഉയർന്ന ശമ്പളമുള്ള ഒരു സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സൗജന്യ ടിക്കറ്റ് എടുക്കുകയും എന്നാൽ വളരെ താഴ്ന്ന വരുമാനമുള്ള പുരുഷന് അത് ടിക്കറ്റ് എടുക്കേണ്ട സ്ത്രീക്ക് ടിക്കറ്റ് എടുക്കാതെ ഇരിക്കുകയും പുരുഷൻ ടിക്കറ്റ് എടുക്കേണ്ട സാഹചര്യവുമുണ്ട്. അത് വിവേചനമാണ് എന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഈ എറണാകുളം സ്വദേശിയായ ഫിർദൌസ് അഡ്വക്കേറ്റ് ഷമീം മുഖേന സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ പഠനങ്ങൾ നടത്താതെയുള്ള ഈ സൗജന്യ യാത്രയിൽ കോടതി ഇടപെടണം എന്നൊരാവശ്യമാണ് ഹർജിക്കാർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ശരി.